നമസ്കാരം. നമ്മളിവിടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പലപ്പോഴും നമ്മൾ പറയുകയോ അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. ഞാൻ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. അതായത് നമ്മളത് ചെയ്തില്ല. അന്ന് ആ സമയത്ത് നമുക്ക് തോന്നി അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ നമുക്ക് തോന്നി. പക്ഷെ പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പശ്ചാത്തപിക്കുന്നു. ഞാൻ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയാം, അല്ലേ? അപ്പം അത് നമുക്കറിയാം, എന്താണ്? ഐ ആണെന്നറിയാം. ഇനി ചെയ്യുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷും നമുക്കറിയാം, എന്ത്? ഡു. ഇനി അങ്ങനെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷും നമുക്കറിയാം, സോ. അപ്പോൾ ഇനി നമ്മുടെ വിഷയം എന്താണ്? നമുക്ക് ഈ ചെയ്യേണ്ടതായിരുന്നു എന്ന് നമുക്ക് പറയണം, അല്ലേ? ഇപ്പം ഐ നമുക്കറിയാം, ഞാൻ. ചെയ്യുക എന്നുള്ളതിന് നമുക്കറിയാം, ഡു. അതുപോലെ അങ്ങനെ എന്നുള്ളതിനെ നമുക്കറിയാം, സോ. ഇനി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയേണ്ടത്? അതാണ് നമുക്കിവിടെ പ്രധാനം, അല്ലേ? അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? ഷുഡ് ഹാവ് ഡൺ എന്നാ പറയേണ്ടത്. എങ്ങനെയാണ്? ഷുഡ് ഹാവ് ഡൺ, അല്ലെ? ചെയ്യേണ്ടതായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് ഷുഡ് ഹാവ് ഡൺ എന്നാണ് പറയേണ്ടത്. ഇനി എന്താണ് ഈ ഡൺ? അതെന്തായിരിക്കും ഡൺ? നമുക്കെല്ലാവർക്കും അറിയാം, എന്താണ്? ഡൂവിന്റെ മൂന്നാമത്തെ രൂപമാണ്. ഡു എന്ന് പറയുന്ന, ചെയ്യുക എന്നർത്ഥം വരുന്ന ഡു എന്ന് പറയുന്ന വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് എന്ത്? ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഷുഡ് ഹാവ് എന്ന് എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു? ഡൂവിന്റെ മൂന്നാമത്തെ രൂപവും എഴുതി. അപ്പം നമുക്ക് ഇതിൽ നിന്ന് പൊതുവായൊരു കാര്യം മനസ്സിലായി, എന്ത്? ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള രീതിയിൽ ഉണ്ടതായിരുന്നു എന്ന് അവസാനിക്കുന്ന, ഉദാഹരണത്തിന് പോകേണ്ടതായിരുന്നു, വരേണ്ടതായിരുന്നു, നിൽക്കേണ്ടതായിരുന്നു, ബുക്ക് എടുക്കേണ്ടതായിരുന്നു. അപ്പം അവിടെ അല്ല, ഉണ്ടതായിരുന്നു എന്നാണ് അവസാനിക്കുന്നത്. അങ്ങനെ അവസാനിക്കുന്ന ക്രിയകൾ വരുമ്പോൾ, അത്തരത്തിലുള്ള ആശയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഷുഡ് ഹാവ് എന്നങ്ങോട്ട് എഴുതുക. എന്നിട്ട് അതിനുശേഷം അവിടെ ഏത് പ്രവൃത്തിയെയാണോ സൂചിപ്പിക്കുന്നത് ആ പ്രവൃത്തിയുടെ യഥാർത്ഥ രൂപം നമ്മൾ മനസ്സിൽ കാണുക. അതിന്റെ മൂന്നാമത്തെ രൂപം നമ്മൾ എഴുതുക. ഉദാഹരണത്തിന് നമുക്ക് പഠിക്കേണ്ടതായിരുന്നു എന്ന് നമുക്ക് പറയണം. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടതായിരുന്നു എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷുഡ് ഹാവ് നമുക്ക് മനസ്സിൽ കാണാം. എന്നിട്ട് പിന്നെന്താ ചെയ്യുക? പഠിക്കേണ്ടതാ. അപ്പൊ പഠിക്കുക എന്ന് പറയുന്ന വെർബ്, അതിന്റെ മൂന്നാമത്തെ രൂപം അപ്പൊ സ്റ്റഡീഡ് എന്നാവും. അപ്പൊ ഷുഡ് ഹാവ് സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പഠിക്കേണ്ടതായിരുന്നു എന്ന് വരും. അപ്പൊ ഞാൻ പഠിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് എന്നാണ് പറയേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഉണ്ടതായിരുന്നു എന്ന് വരേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഷുഡ് ഹാവ് എന്ന് എഴുതുക. പിന്നെ നമ്മൾ അവിടെ ഏത് പ്രവൃത്തിയാണോ ഉദ്ദേശിക്കുന്നത് ആ ക്രിയയുടെ മൂന്നാമത്തെ രൂപം എഴുതുക. ഇത്രയും നമ്മൾ ഇങ്ങോട്ട് ചെയ്താൽ നമുക്ക് കിട്ടും കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക? നമുക്കറിയാം, ഞാൻ എന്ത്? ഐ. ഇപ്പം നമ്മൾ പഠിച്ചു, ഉണ്ടതായിരുന്നു എന്ന് വരണമെങ്കിൽ ഷുഡ് ഹാവ് വരണമെന്ന്. പിന്നെ ഇവിടുത്തെ ക്രിയ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ചെയ്യുക എന്നുള്ളതിൻ്റെ യഥാർത്ഥ രൂപം ഡു ആണ്. ഇനി അതിൻ്റെ V3 എഴുതാം. അപ്പം ഡൺ. അപ്പം ഐ ഷുഡ് ഹാവ് ഡൺ എന്നാകുമ്പോൾ എന്തായി? ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്നായി. പിന്നെ അങ്ങനെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്തുവാ? സോ, അല്ലേ?
അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇത്? ഐ ഷുഡ് ഹാവ് ഡൺ സോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണ്? ഐ ഷുഡ് ഹാവ് ഡൺ സോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.